അദ്ദേഹത്തെ ഏകദൈവമാണെന്ന് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഇദ്ദേഹം ചോദിച്ചതിന്റെ ഒരു ചെറിയ മറുപടി കേട്ടുകൊള്ളുക. ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ, വീണ പബ്ലിക്കേഷൻസ്, തിരുവനന്തപുരം. ഓതേഴ്സ് ജസ്റ്റിസ് പി കെ ഷംസുദൻ, പ്രസിഡന്റ് വേൾഡ് ഫെലോഷിപ്പ് ഓഫ് ഇന്റർറിലീജിയസ് കൗൺസിൽ, അഡ്വക്കേറ്റ് ടി എസ് ആനം, സുപ്രീം കോർട്ട്, അഡ്വക്കേറ്റ് ടി പി എം ഇബ്രാഹിം ഖാൻ, പ്രസിഡന്റ് കേരള CBSE മാനേജ്മെന്റ് അസോസിയേഷൻ, UCK തങ്ങൾ കോയ, പ്രൊഫസർ പി കോയ, ഇവരുടെ സംയുക്ത എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് പുറത്തിറക്കുന്ന വീണ പബ്ലിക്കേഷൻസിന്റെ പുസ്തകം ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ, പേജ് 168. അല്ലാഹു, പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും സംരക്ഷകനുമായ ഈശ്വരൻ, അൽ ഇലാഹ് എന്നീ രണ്ട് പദങ്ങളുടെ സമുച്ചയമാണ് അല്ലാഹു. ഇസ്ലാമിന് മുമ്പ് തന്നെ അല്ലാഹു എന്ന പദം അറബികൾ ഉപയോഗിച്ചിരുന്നു. നബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള, അള്ളാഹുവിന്റെ അടിമ എന്നായിരുന്നു. പൗരസ്ത്യ നാടുകളിലെ ക്രൈസ്തവരും ദൈവത്തെ അല്ലാഹു എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ഇസ്ലാമിക സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അർത്ഥതലമാണ് ഈ പേരിനുള്ളത്. സംശയം തീർന്നു കാണും. ഞാൻ അവിടം കൊണ്ട് അത് വിടുന്നു. ഓക്കെ. ബിജു തിരുവല്ല ബ്രദർ ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ റാസ്പുട്ടിനല്ലേ അതോ ജോയാണോ? അടുത്തത് ആരാണ്? അടുത്തത് ജോ ബ്രദർ പറഞ്ഞു. ഓഡിയബിൾ അല്ലേ? യെസ്, ഒടിവിള പറഞ്ഞു. ഞാൻ ഇന്നലെ എന്റെ വൈകുന്നേരത്തെ ജോലി ലീവ് എടുത്തിട്ട് വളരെ സന്തോഷപൂർവ്വം കേട്ട ഒരു ഡിബേറ്റ് ആണ്. എനിക്ക് ഗുരു ബ്രദർ ഡിബേറ്റിന്റെ സമയമായപ്പോ വാട്സപ്പിൽ ആളെനിക്കൊരു മെസ്സേജ് ചെയ്തു, സംവാദം തുടങ്ങി എന്ന് പറഞ്ഞപ്പോ. താങ്ക് യു, നല്ല റിവ്യൂ ആണ് നടത്തിയത്. അടുത്തത് ഞാൻ റാസ്പുട്ടിൻ ഉണ്ടോ? റാസ്പുട്ടിൻ ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതായത് ഇതിനകത്ത് പറഞ്ഞോളൂ. അതായത് ഈ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, ഇത് നിങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തെ പ്രാതിനിധ്യം പോലുള്ള ഒരു സംഭവമാണ്. അതിനകത്ത് നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തെ പ്രതിനിധിച്ചു പോകുന്ന സംഭവമാണ് കണ്ടത്. ഞാൻ ക്രിസ്ത്യൻ സമൂഹത്തെ പ്രതിനിധിച്ചുകൊണ്ട് പോയൊരു സംഭവമാണ് ഞാൻ കണ്ടത്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ആ ടോപ്പിക്കിനോട് ഒരു ന്യായതയും കാണിച്ചില്ല. ഞാൻ കുറച്ച് ഒപ്പോസിറ്റ് വ്യൂ ആണ്. ഞാൻ അത് ഫുള്ളായിട്ട് പറയാൻ സമ്മതിക്കുക. പറഞ്ഞോളൂ, ഓപ്പോസിറ്റ് വ്യൂ പറഞ്ഞോ, കുഴപ്പമില്ല. യെസ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ ടോപ്പിക്കിനോട് യാതൊരു നീതിയും കാണിച്ചില്ല. നിങ്ങൾ കാണിക്കാൻ ശ്രമിച്ചത് ഇസ്ലാമിന്റെ ദൈവത്തിന്റെ അപാലകതകൾ, അതായത് ഇസ്ലാമിന്റെ ദൈവത്തിന്റെ ഷോർട്ട് കമ്മിങ്സ് ആണ് നിങ്ങളിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതൊരു വിശ്വാസ വഞ്ചനയല്ലേ? അതായത് നമ്മൾ ഡിബേറ്റ് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു വിഭാഗം നമ്മൾ ഡിബേറ്റിൽ എഗ്രി ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിശ്വാസം ഉണ്ടാവും. ഇത് വിശ്വാസ വഞ്ചനയായിട്ട് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിഭാഗം ടോപ്പിക്കുമായിട്ട് ആ ടോപ്പിക്കിനെ എന്താ പറയാ, ടോപ്പിക്ക് വിശ്വസിച്ച് പോയിട്ട് നിങ്ങൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പൊതുവെ പറഞ്ഞേക്കുന്നത്. മെയിനായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 20 മിനിറ്റ് 20 മിനിറ്റ് വന്നപ്പോഴത്തേക്ക് 5 മിനിറ്റ് ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ച് 15 മിനിറ്റ് ഈ അനിലിന് പറഞ്ഞ പ്രകാരം 5 മിനിറ്റ് ഞാൻ സംസാരിച്ചു ആ ടോപ്പിക്കിനെ പറ്റി. 15 മിനിറ്റ് എന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ആണ് ചെയ്തത്. അപ്പം ആ ഒരു ഡിബേറ്റ് മാത്രം നോക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര വിശ്വാസ വഞ്ചനയാണ്. വഞ്ചന എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, യേശു പറഞ്ഞിട്ടുണ്ട്, വഞ്ചന ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ദൈവത്തിനെ ಖಂಡಿക്കുന്ന ഒരു സ്വഭാവമാണ് കാണിച്ചിരിക്കുന്നത്. വ്യാഖ്യാനത്തിലേക്ക് പോകാതെ അത് അവലോകനം നടത്തി പറഞ്ഞു തീർക്കൂ. വ്യാഖ്യാനം, സോറി, ഞാൻ സിജോ ബ്രദറെ ഇദ്ദേഹത്തെ അറിയത്തില്ലേ? ഇദ്ദേഹം ഇങ്ങനെ പറയത്തുള്ളൂ. പറയട്ടെ. അതായത് നിങ്ങൾ ആ ഒരു രണ്ട് സൈഡ് വളരെ വിശ്വാസത്തോട് ഒരു ടോപ്പിക്കിൽ എഗ്രി ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ ആ ടോപ്പിക്കിനെ വളച്ചു കെട്ടി നിങ്ങളുടെ ഒരു അജണ്ട നടപ്പിലാക്കി, ഇസ്ലാമിനെ പറ്റി ഒരു അജണ്ട നടപ്പിലാക്കാനാണ് നിങ്ങൾ പോയത്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആ 3000 പേര് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു, ലിസണേഴ്സ് ഉണ്ടായിരുന്നു.
നിങ്ങൾ അല്ലെങ്കിൽ ഒരു സമയം അറ്റ്ലീസ്റ്റ് 1000 പേരുണ്ടായിരുന്നു ലിസൺ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു സമൂഹത്തെ 3000 പേര് ലിസണേഴ്സ് ടോട്ടലി വന്നിട്ടുള്ള ഒരു സമയത്ത് 1000 അതിനെ രണ്ടുപേരെയും വഞ്ചിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ കാണിച്ചത്. കാരണം നിങ്ങൾ ടോപ്പിക്കുമായിട്ട് യാതൊരു ആ, ഒരു നീതിയും കാണിച്ചില്ല. നിങ്ങൾ ടോപ്പിക്ക് നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളുടെ അജണ്ട, പറഞ്ഞ കാര്യം തന്നെ അതായത് റിപ്പീറ്റഡ് ആയിട്ട് പറയുവാണ്, പുതിയതൊന്നും അതായത് പറയാനില്ലോ. അതായത് പറഞ്ഞത് റിപ്പീറ്റഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ട അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെ താഴ്ത്തി കെട്ടുക. നിങ്ങളുടെ അജണ്ട ഓക്കെ, ഗുഡ്. താഴ്ത്തി കെട്ടുന്നല്ല, ഞാൻ പറഞ്ഞത് താഴ്ത്തി കെട്ടുക. അതിപ്പം ഇസ്ലാമിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇസ്ലാമിനെതിരായിട്ട് നിങ്ങൾ നയിക്കും, നിങ്ങളുടെ സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി മാത്രം ഫോക്കസ് ചെയ്ത്, പക്ഷേ ആ അവിടെ ഇരിക്കുന്ന ഓഡിയൻസും അതുപോലെ തന്നെ എതിരായിട്ട് വന്ന ആ ഒരു സമൂഹം ഉദ്ദേശിച്ച് നിങ്ങൾ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കും. നിങ്ങൾ ആ സമൂഹത്തോടും അവിടെ നിൽക്കുന്ന ഓപ്പോസിറ്റ് സമൂഹത്തോടും അവിടെ ലിസണേഴ്സിനോട് ചെയ്ത് വലിയൊരു ഓക്കെ വഞ്ചനയാണ്. ഓക്കെ, പറഞ്ഞ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. മ്യൂട്ട് ചെയ്തോ, ഇനി അതിനൊരു മറുപടി പറയാം. ഈ സഹോദരന് വളരെ വലിയ വിഷമം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അള്ളാഹുവിനെ ഗോത്ര ദൈവം എന്ന് പറഞ്ഞത് സഹോദരന് വിഷമായി. അള്ളാഹു ചരിത്രബോധം ഇല്ലാത്ത ആളാന്ന് പറഞ്ഞത് സഹോദരന് വിഷമായി. അള്ളാഹു നരകത്തിൽ ചാടുമെന്ന് പറഞ്ഞത് സഹോദരന് വിഷമായി. എന്ന് മാത്രമല്ല, അള്ളാഹു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളാന്ന് പറഞ്ഞതിൽ സഹോദരന് വിഷമായി. ഈ കാര്യങ്ങളൊക്കെ സഹോദരന് വലിയ വിഷമായി എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ അജണ്ട അത് തന്നെയായിരുന്നു. നിങ്ങളെപ്പോലുള്ളവർ അല്പം വിഷമിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ അജണ്ട. ഇന്നലെ എന്താണ് ഞങ്ങൾ അവിടെ പറഞ്ഞേ? ബൈബിളിലെ വിശ്വാസം എന്താണെന്ന് അതാണ് വിശ്വാസ വഞ്ചന. കേൾക്ക്. ഞാൻ സമയം ചർച്ച തന്നു, വരുമ്പോൾ ആവോള വിശ്വാസ സമയം വഞ്ചന. തന്നു. ആവോള സമയം തന്നു. വഞ്ചന ചെയ്തോ എന്നുള്ളത് താങ്കളുടെ അഭിപ്രായമാണ്. വഞ്ചിച്ചു എന്നുള്ളത് താങ്കളുടെ അഭിപ്രായമാണ്. വഞ്ചിച്ചു എന്ന് പറയാൻ പോലും താങ്കൾക്ക് അവിടെ അവസരം തന്നു. ഇനി ഞാൻ പറയുന്നത് കേൾക്കാം. ഈ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിൽ താങ്കൾക്ക് ഇത്ര വിഷമം ഉണ്ടായി. മുസ്ലിം സഹോദരങ്ങൾ പോലും ഇങ്ങനെ ഈ രീതിയിൽ പറയുന്നത് ഞാൻ കേട്ടില്ല. അത്രമാത്രം വിഷമം സഹോദരൻ ഉണ്ടായി എന്നുള്ളത് എന്നെ ചിന്തിപ്പിക്കുന്നു. എന്താണ് അത്രമാത്രം വിഷമം ഉണ്ടായതെന്നുള്ളത്. അള്ളാഹു ഗോത്രദൈവം എന്ന് പറഞ്ഞാൽ അത്രമാത്രം അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് താങ്കളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ അജണ്ട ഇത് തന്നെയായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഒരു ദൈവമല്ല എന്ന് സ്ഥാപിക്കുന്നത് തന്നെയായിരുന്നു നമ്മുടെ അജണ്ട. മോണോതെയിസം ആയിരുന്ന സബ്ജക്റ്റ്. മോണോതെയിസത്തിൽ ഇതെല്ലാം വരും. ഇസ്ലാമിന്റെ ദൈവം ആരാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇസ്ലാമിന്റെ ദൈവത്തിന്റെ നിലനിൽപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇസ്ലാമിന്റെ ദൈവത്തിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇസ്ലാമിക് മോണോതെയിസം എന്താണെന്ന് ഞങ്ങൾ എക്സ്പോസ് ചെയ്യാണ് ചെയ്തത്. സഹോദരൻ മനസ്സിലായില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. ക്രിസ്ത്യാനിറ്റി എന്താണ് വിശ്വസിക്കുന്നത്, എന്താണ് ക്രിസ്ത്യൻ വ്യൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വിഷയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. സംവാദം വീക്ഷിച്ച എല്ലാവർക്കും അത് മനസ്സിലായില്ലേ? ആ ഫസ്റ്റ് റിബട്ടൽ സെഷൻ കഴിഞ്ഞോടുകൂടി ഫ്ലാറ്റായി. അവരുടെ തൗഹീദിനെ പൊളിക്കുന്ന ചോദ്യങ്ങളാണ് അങ്ങോട്ട് ചെന്നത്. എന്ത് മറുപടി ഉണ്ടായി? അതൊന്നും പറയാതെ ഈ കാര്യങ്ങളാണ് സഹോദരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് വ്യൂ പറയുന്നതിന് എന്താ പ്രശ്നം? പക്ഷെ ഓപ്പോസിറ്റ് വ്യൂ പറയുന്നത് നിങ്ങൾ വഞ്ചിച്ചു ചതിച്ചു എന്നുള്ളത് വാക്കുകൾ ഇങ്ങനെ വേർഡ് പ്ലേ നടത്തിയിട്ട് കാര്യമില്ല. അതിന്റെ കാര്യം പറയണം, എന്താണ് സംഭവം എന്നുള്ളത്. അത് സഹോദരന് പറയാൻ പറ്റിയില്ല. സഹോദരന്റെ വിഷമം എന്താണ്? കേൾക്ക്. അള്ളാഹുവിനെ ഗോത്ര ദൈവമാക്കിയതാണ് സഹോദരന്റെ വിഷമം. അള്ളാഹു ചരിത്രബോധമില്ലാത്ത ആളാണെന്ന് പറഞ്ഞതാണ് സഹോദരന്റെ വിഷമം. അള്ളാഹു സയന്റിഫിക് ആയിട്ട് അറിവില്ലാത്ത ആളാണെന്ന് പറഞ്ഞാണ് വിഷമം. ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് അറിവില്ലാത്ത ആളാണ് അള്ളാഹു എന്ന് പറഞ്ഞതാണ് താങ്കൾക്ക് വിഷമം. ആ വിഷമം ഉണ്ടായിക്കോട്ടെ. സഹോദരനെ പോലുള്ളവർക്ക് അങ്ങനെ വിഷമം ഉണ്ടാകുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും കൂടിയാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത്. അത് ഞങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് കറക്റ്റ് ആയിട്ട് ഇന്നലെ അവിടെ നിറവേറി. അതിന് നല്ലൊരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്തു? ദൈവം ഒരുക്കി തന്നു. മനസ്സിലായോ? കൂടി വന്ന പലരും ഇന്നലെ അവിടെ ആ സംവാദത്തിൽ സംബന്ധിച്ച പലർക്കും അള്ളാഹു ആരാണെന്ന് മനസ്സിലായി. എന്ന് മാത്രമല്ല, സത്യം എന്താണെന്ന് ബോധ്യമായ ഒരുപാട് ആളുകൾ ഇന്നലെ ഉണ്ട് എന്നുള്ളതും താങ്കൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ചൊന്നും താങ്കൾക്ക് പറയാനില്ലാത്തതുകൊണ്ട് അല്ല, ഞാൻ എനിക്ക് അടുത്ത ആളിലേക്ക് പറയാനുണ്ട്. പോവാം. എനിക്ക് പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് അല്ല, കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമില്ല. കാരണം ഇതിനകത്ത് നിങ്ങൾ ചർച്ച ആ ടോപ്പിക് ചതിച്ചു വഞ്ചിച്ചു എന്നുള്ള വേർഡ് പ്ലേ ആണെങ്കിൽ പറ്റൂല. കാര്യം പറ. അല്ല, നിങ്ങൾ ചർച്ചയുടെ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ നീതി പൂർത്തിയില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു ഗോത്രദൈവനാണ്. എനിക്ക് എതിരഭിപ്രായം ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഒരു ക്രിസ്ത്യാനി റെപ്രസെന്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ, എന്റെ റെപ്രസെന്റ് നിങ്ങളല്ല. പക്ഷെ ഞാൻ ക്രിസ്ത്യാനിയാണ്, നിങ്ങൾ എന്റെ റെപ്രസെന്റേറ്റീവ് അല്ല. പക്ഷെ നിങ്ങൾ താങ്കൾ ഒരു ഇതുപോലെ ക്രിസ്ത്യാനിയാണോ എന്നുള്ളത് ഇവിടെ കേട്ട എല്ലാവർക്കും ബോധ്യമായി. പ്ലാറ്റ്ഫോമിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനകത്ത് വഞ്ചന കാട്ടിയ, ദൈവം പറഞ്ഞിട്ടില്ല ആ, വഞ്ചന ചെയ്യാനായിട്ട്. നിങ്ങൾ ആ മതി. പ്ലാറ്റ്ഫോമിനെ
ആ അല്ല ഒരു വേറൊന്നും പറയാനില്ലല്ലോ. ടോപ്പിക്കിനെ ചതിച്ചു ആ വഞ്ചിച്ചു ആ എന്ന് ആ പറയാനുള്ളൂ. കേൾക്കൂ, ചതിച്ചു വഞ്ചിച്ചു എന്നേ പറയാനുള്ളൂ. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ചതിച്ചും വഞ്ചിച്ചും ഇല്ല സഹോദര. അള്ളാഹു ആരാണെന്നാണ് പറഞ്ഞത്. അള്ളാഹു ഏകനായത് കൊണ്ട് ദൈവം ആകത്തില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലെ അവിടെ പറഞ്ഞത്. അതായിരുന്നു എന്ന് ടോപ്പിക്ക്. മാത്രം കേൾക്കുന്നു, അതായിരുന്നു കേൾക്കുക. ടോപ്പിക്ക്. അല്ല പ്രത്യേകിച്ചൊന്നും അതായിരുന്നു പറയാനില്ലേ. ടോപ്പിക്ക്. ടോപ്പിക്കല്ലോ. ഇനി അയാളെ സഹോദര താഴെ മ്യൂട്ട് ഇടൂ, ചെയ്യും, എന്തിനാ ഇനി മ്യൂട്ട് അയാളെ ചെയ്ത് താഴെ കേട്ടോ. ഇടൂ. മതി, ആയിക്കോട്ടെ, അയാൾ മ്യൂട്ട് പറയാനുള്ള ചെയ്തു. പറഞ്ഞല്ലോ. താഴെയിട്ട് കുഴപ്പമില്ല. അല്ല താഴെ ഇടുന്നതിന് എന്തിനാ? താഴെ ഇടുന്നതിന്റെ ആവശ്യമില്ല, താഴെ ഇടേണ്ട അല്ല ആവശ്യമില്ലല്ലോ. സിജോ പാസ്റ്ററെ ഈ ക്രിസ്ത്യാനി എന്ന നിലയിൽ ആ, നിങ്ങൾ ചെയ്ത തെറ്റായിപ്പോയെന്ന് ഇവിടെ റാസ്പുട്ടിൻ പറയുന്നുണ്ട്. ഒരു വിലയില്ല. അത് റാസ്പുട്ടിൻ ഒരു ക്രിസ്ത്യാനി അല്ല എന്ന് എനിക്കങ്ങ് പറയേണ്ടി വരും. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞു അല്ല കഴിഞ്ഞാൽ അതിലേക്ക് ക്ലബ് ഹൗസിൽ ഇദ്ദേഹം ചെയ്ത പരിപാടികളൊക്കെ അതിലേക്കൊന്നും എടുത്തിട്ട് പോണ്ട. കഴിഞ്ഞാൽ അതും അതിലേക്കൊന്നും ക്രിസ്ത്യാനിക്ക് ചേർന്നാണെന്ന് ചോദിക്കേണ്ടി വരും. അല്ല അതൊന്നും അതിലേക്കൊന്നും വേണ്ട. പോണ്ട ഒരു ബ്രദറെ, നിമിഷം, അതിലേക്കൊന്നും പോണ്ട. ഒരു പക്ഷെ നിമിഷം. ഇവിടെ നിങ്ങൾ ടെറസിലേക്ക് വരുന്ന മുമ്പ് ചെറിയൊരു മറുപടി. അദ്ദേഹം എത്ര വികാരാധീനനായിട്ടാ പറയുന്നത്, കൺട്രോൾ കിട്ടുന്നില്ല, വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കാണണ്ടേ, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രയേലിൽ കൂടി കണ്ടിട്ടില്ലെന്ന് കനാനിയ സ്ത്രീയെ കണ്ട് യേശു പറഞ്ഞ പോലെ, ഇത്രയും ഒരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഇത്രയും വലിയൊരു മുസ്ലിം ഭക്തി. കാരണം ലോക ചരിത്രത്തിൽ ഏറ്റവും അധപ്പതിച്ചൊരു ഗോത്രദേവനാൽ വഞ്ചിക്കപ്പെട്ട് കോടിക്കണക്കിന് മനുഷ്യന്റെ തലയറുക്കുകയും സദാചാര വിരുദ്ധതയിലേക്ക് സമൂഹത്തെ തള്ളിവിടുകയും ഏറ്റവും വലിയൊരു സദാചാര വിരുദ്ധനെ മാനവരിൽ മഹോന്നതനായിട്ട് പ്രകീർത്തിക്കുകയും അത് മിണ്ടിക്കഴിഞ്ഞ കയ്യും തലയും വെട്ടുകയും ചെയ്യുന്ന ഒരു മാർഗത്തിൽ ചെറുപ്പക്കാർ കുഴുങ്ങിക്കിടക്കുന്നു. അപ്പൊ അവരിൽ നിന്ന് വഞ്ചിക്കപ്പെട്ട ഈ മനുഷ്യരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലരും പുറത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സന്തോഷകരമായ ഒരു ഘട്ടത്തിൽ ഇവർ ഏകദൈവം എന്ന് പറഞ്ഞ് ഒരു സാത്താന്യ ശക്തി എടുത്തു കാണിക്കുകയാണ്. യാതൊരു മയവുമില്ലാത്ത, യാതൊരു മാർദ്ദവവും ഇല്ലാത്ത, സമാധാനം എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്ന, തലയേരികൾ കാരുണ്യമാണെന്ന് പറയുന്ന ഒരു ഭീകരദേവനെ, സമാനതകളില്ലാത്തൊരു ഭീകരദേവനെ സമാധാനത്തിന്റെ ആൾരൂപമായി പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വ്യഭിചാരത്തെ പരിശുദ്ധമായി കരുതുന്ന ഒരു സമൂഹം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുക ഞങ്ങളുടെ പ്രവൃത്തിയാണ്. ഇനി അതിൽ ഞങ്ങൾ സ്വീകരിച്ച അപ്രോച്ച് അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇവർ ചർച്ച ബഹിഷ്കരിക്കണ്ടേ? ഇത് വിഷയാസ്പദമല്ല, ചർച്ച ബഹിഷ്കരിച്ചില്ലല്ലോ. ഇത് ഇങ്ങനല്ലല്ലോ പോകണ്ടേ, ചർച്ച ഇങ്ങനല്ല, അങ്ങനല്ല പോകണ്ടേ. മാത്രമല്ല, എന്റെ മുൻ ചർച്ചകളും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു, കാര്യസ്മതിനിയായിട്ടുള്ളത്. അന്നേരവും അദ്ദേഹം പറഞ്ഞ വിഷയം വിട്ടുപോകുന്നു, വിഷയത്തിൽ നിന്നല്ല. വിഷയം വിട്ടുപോകുന്ന പറയുമ്പോൾ എന്താ വിഷയം വിട്ടുന്നത്? ഇപ്പൊ തന്നെ ഒരു ചർച്ചയോട് ഉരുത്തിരിഞ്ഞപ്പോ എന്താ വന്നേ? ഏകരല്ലാത്ത ആരാ? ഇപ്പൊ വന്ന റാസ്പുട്ടിനോ? എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം ഏകനാ, ഞാനും ഏകനാ, എല്ലാരും ഏകനാ. പക്ഷെ ഞാൻ ദൈവമാകും ഏകനായതുകൊണ്ട്. അപ്പൊ ദൈവമാണോ എന്ന് പരിശോധിക്കണ്ടേ? ദൈവം അല്ലെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഏകനാണോ അല്ലയോ എന്നൊരു ചർച്ചയിലേക്ക് രണ്ടാം ഘട്ടം അത് പോകണമെങ്കിൽ ആദ്യം ദൈവമാണെന്ന് അവർ തെളിയിക്കണം. ദൈവമാണെന്ന് എങ്ങനെ തെളിയിക്കുന്നത്? അള്ളാഹു ദൈവമല്ല, ഒരു ഗോത്രദേവനാ. നമ്മൾ ഈ മാടൻ, ചാത്തൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഗോത്രങ്ങൾക്ക് ഓരോ ദേവന്മാര് പണ്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു പണ്ടങ്ങനെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മിത്തിന്റെ പേരാണ് അള്ളാഹു. അത് കൃത്യം തെളിയിച്ചു കൊടുത്തിട്ടും ലാസ്റ്റ് നരകത്തിൽ ചാടുക എന്ന് പറയുന്നത് ഞങ്ങൾ കൈ നിന്നെടുത്തിട്ടാണോ? അവർ ഖുറാനിലുള്ളതാ, ഇനി ഹദീസ് പോലുമല്ല. ഖുറാനിൽ നിന്ന് വചനം എടുത്ത് കാണിച്ച് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്ക് ഞങ്ങൾ ചതിച്ചു എന്ന് പറഞ്ഞിട്ടകത്ത് കാര്യം എന്താ? ഇനി വന്നാലും ഇതൊക്കെ തന്നെ അവസ്ഥ. അതുകൊണ്ട് പഠിച്ചിട്ട് വരട്ടെ. ഇവരല്ലേ പറഞ്ഞ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറഞ്ഞിട്ട്. അവർ പഠിച്ചിട്ട് വരാത്ത നമ്മുടെ പ്രശ്നമാണോ? അവര് പഠിച്ചുകൊണ്ട് വന്നത് ഞങ്ങൾ ചോദിച്ചില്ല, എന്ത് ചെയ്യും നിങ്ങൾ പറ? അപ്പൊ ഇത് തന്നെയാ പണ്ടൊരുത്തം വന്നിട്ട് ചോദിച്ചത്. ഞങ്ങളുടെ ചോദ്യം ശരിയായില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഇവിടെ വന്ന കാർത്തിക്കോ സന്തോഷമോ ഇവിടെ വരുന്ന കക്ഷികളെല്ലാം ചോദിക്കുന്നത് ചോദ്യം ശരിയായില്ല, പിന്നെ അങ്ങനെ ഉത്തരം പറയും. ഇത് തന്നെ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വരുന്നവര് ചോദ്യം ശരിയാകുന്നില്ല, അല്ലെങ്കിൽ കാട് കയറുന്നു. നിങ്ങൾ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കാട് കയറുന്ന, ചോദ്യം ശരിയല്ലാത്ത ഞങ്ങളെ എന്തിനാണാവോ തെരഞ്ഞു പിടിച്ച് വിളിച്ചേ? ഞങ്ങളുടെ രീതി ഇതാണെന്നറിയില്ലേ? എന്തിനാ തെരഞ്ഞു പിടിച്ച് വിളിച്ചേ? നാളെ ഇതൊക്കെ തന്നെയാണ് ചോദ്യം, ഇങ്ങനെ തന്നെ വരും. ഞാൻ പറഞ്ഞല്ലോ, മൂർത്തതെന്ന് ഇനിയും പറയും. അവിടെ കയറിയിട്ട് പറഞ്ഞു മൂർത്തതെന്ന് പറയരുതെന്ന്. ഇവിടെ ഡിക്ഷണറിയിലുള്ളതാ. കാരണം ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മോഡറേറ്റർ ഉപയോഗിച്ചത് തന്ത്രമാണ്. മറ്റേ പുള്ളി അൺപാർലമെന്ററി വീട് പറഞ്ഞു, ഞാനും പറഞ്ഞു എന്ന് തെളിയിക്കണം. ഞാൻ അന്നേരം പറഞ്ഞില്ല, ഇത് തന്നെ പറയും. ഇത് ഇഷ്ടമില്ല, നിങ്ങൾ നിർത്തണം, അത് നിർത്തി പോകണം. ആരോട് പറഞ്ഞു? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളോട് ചർച്ച ചെയ്യാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് പോകണ്ടേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, ഞങ്ങളുടെ നാളെ ഇതേ ചെയ്യും, ഞങ്ങളുടെ രീതി ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചാൽ മതി. ഞങ്ങൾ നാളെയും എക്സ്പോസ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം കളയില്ല. അത് ഞങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനാണ്. നിങ്ങളുടെ അജണ്ട ഞങ്ങൾ നടപ്പിലാക്കാൻ നോക്കുമോ? റാസ്പുട്ടിന്റെ അജണ്ട ഞങ്ങൾ നടപ്പിലാക്കാൻ നോക്കുമോ? ഞങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനാണ് വരുന്നത്. അപ്പൊ പിന്നെ മറ്റെന്ത് ചെയ്യാൻ പറ്റുമോ? ദാറ്റ്സ് ഓൾ. ഓക്കെ, സിജോ ബ്രദറെ ഒരു സെക്കൻഡ് തരുമോ? ഒരു പറഞ്ഞോ സെക്കൻഡ്. പറഞ്ഞോ.
ഞാന് ആരെയും ഇറക്കി വിടാൻ പറയുന്നത് വിരോധം കൊണ്ടോ നമ്മുടെ എതിരഭിപ്രായം പറഞ്ഞത് കൊണ്ടല്ല അദ്ദേഹത്തെ ഇറക്കി വിടാൻ പറഞ്ഞത്. ഇദ്ദേഹം റാസ്പുട്ടിൻ എന്നും പാലാ ബി ഷോപ്പ് എന്നും പിന്നെ സമ്രാട്ട് എന്നുള്ള പേരുകളിലൊക്കെ ഫേക്ക് ഐഡികൾ വരികയും നമ്മുടെ ദൈവദാസന്മാരെയും നമ്മുടെ സഹോദരിമാരെയും ഒക്കെ അവരുടെ ബാക്ക് ചാനലിൽ ചെന്ന് തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ നമ്മുടെ മിക്കവാറും എല്ലാ ഗ്രൂപ്പിലും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കേട്ടിരിക്കുന്നവർക്ക് ആർക്കും തെറ്റിദ്ധാരണ വരരുത്. ഇവിടെ എതിരഭിപ്രായം പറഞ്ഞതുകൊണ്ടല്ല അദ്ദേഹത്തെ താഴെ ഇട്ടത്. അദ്ദേഹത്തിന്റെ ആ ഒരു രീതി അതാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് ദയവായി എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. അല്ല, ഇവിടെ വരുന്ന പുള്ളി ക്രിസ്ത്യാനിയാന്നല്ലേ പറഞ്ഞേ. ഇവിടെ വരുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രത്യേക മാറ്റം, ഒന്നിൽ അവൻ സ്വന്തം ഐഡന്റിറ്റിയെ കുറിച്ച് അഭിമാനമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മുസ്ലിമാന്ന് പറയാൻ അപകർഷതാബോധം. ഇതേ കാര്യമല്ലേ ഒരുത്തൻ ഇവിടെ വന്നു ഭയങ്കര രണ്ട് മലമറിക്കുന്നവർ വന്നിട്ട് തുടക്കത്തിലേ പറഞ്ഞു ഞാൻ ഫ്രീ തിങ്കർ ആണേ എന്ന് പറഞ്ഞ് ഓടേണ്ടി വന്നില്ലേ? 15 മിനിറ്റ് കൊണ്ട് ഓടേണ്ടി വന്നു. അപ്പൊ ഇവിടെ വരുന്നവർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. സ്വന്തം ഐഡന്റിറ്റിയെ കുറിച്ച് അവർക്ക് അപകർഷതാബോധം തോന്നുന്നു, അതുകൊണ്ട് അത് മറച്ചു വെച്ചിട്ട് പറയുന്നു. ഇങ്ങനെ പണ്ട് ഈ പൗലോസിന്റെ ഒക്കെ പേരിൽ സ്യൂഡോ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. സ്വന്തം എഴുതി എന്ന് പറഞ്ഞാൽ ആരും വായിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനം എന്ന് പറഞ്ഞൊരു ഭാഗമില്ലേ എന്ന് പറഞ്ഞ പോലെ സ്വന്തം പേര് പറയാൻ അല്ലെങ്കിൽ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് പറയാൻ അപകർഷതാബോധം ഉള്ളവർക്ക് ക്രിസ്ത്യനാണെന്നും ഫ്രീ തിങ്കർ ആണെന്നൊക്കെ പറയേണ്ടി വരും. അതിനകത്തിപ്പോ എന്താ കുഴപ്പം? നിങ്ങളും അങ്ങനെ പെട്ടുപോയാൽ അങ്ങനെ പറയേണ്ടി വരും. യേശുദാസ് പാസ്റ്റർ ബെഞ്ചമിൻ പാസ്റ്റർ അവസ്ഥയിൽ കൂടെ കടന്നു പോയാലേ എന്റെ വിഷമം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത്തരക്കാരുടെ ബുദ്ധിമുട്ടൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് ആരാണ്? ദാസ് ബ്രദറെ പറഞ്ഞോ. ദാസ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ദാസ് ഇല്ലെങ്കിൽ ഷലോം. ഞാൻ ഒടിവിളല്ലേ? Yes, hello. പറഞ്ഞോ, ഷലോം പറഞ്ഞോ. First of all, I really appreciate IBT team. Okay, really, you people are doing good job. എന്താന്ന് ചോദിച്ചാല് I really expose their character in Sunday school. ഞാൻ ഇവരെ കുറിച്ച് നമ്മുടെ സൺഡേ സ്കൂളിലും അല്ലെങ്കിൽ ഇവരുടെ ഭക്ഷണത്തെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ സൺഡേ സ്കൂളിലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാസ്റ്റേഴ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ വലിയൊരു ഹെൽപ്പ് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇന്നലത്തെ ഡിബേറ്റ് ഫുള്ള് ഞാൻ കേട്ടായിരുന്നു. I just want to say, I just requesting to the pastor and കൊടുത്തത്, please don't go with these people. എന്താന്ന് വെച്ചാൽ ഇവർക്ക് ബൈബിളും അറിയത്തില്ല, ഖുറാനും അറിയത്തില്ല. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. പിന്നെ ഞാൻ ആ പേപ്പർ പ്രസന്റേഷൻ ഞാൻ കേട്ടായിരുന്നു. യു ആർ ആക്ച്വലി ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റ് കാരണം പീപ്പിൾ ദേ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് എ പ്രോപ്പർ ആൻസർ ആൻഡ് they are not getting fully the answer. So please talk little slow down. That is why I just want to say thank you so much. Okay, thank you. Thank you for your good suggestion. And next, മോഹൻ ബ്രദർ, മോഹനച്ചാ പറഞ്ഞോ. മോഹനച്ചനുണ്ടോ? ഒരു മിനിറ്റ്. ഹലോ ഹലോ. പറഞ്ഞോളൂ. ആ, ഓക്കെ. കേൾക്കാമോ? ഇന്നലത്തെ ഡിബേറ്റ് വളരെ വളരെ നല്ല ഒരു ഡിബേറ്റ് ആയിരുന്നു. ക്രിസ്ത്യൻ ഭാഗത്ത് നിന്ന് സംസാരിച്ച രണ്ടുപേരും നല്ലതുപോലും പ്രസന്റ് ചെയ്തു. പക്ഷെ ക്രിസ്ത്യൻ ഭാഗത്ത് നിന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും അവർക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ സത്യം. അവര് ഒരു റെഫറൻസ് പോലും അല്ല എടുത്ത് അവരാരും സംസാരിച്ചത്. അതൊരു കേട്ടിരുന്ന ഓഡിയൻസിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കേണ്ടതായിരുന്നു. ഈ ഖുറേഷി മതത്തിലെ ദേവനായിരുന്ന 360 ദേവന്മാരിൽ ഒരാളായിരുന്ന അള്ളാഹു, അദ്ദേഹം പല പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു, പല ആവർത്തി താണു വീണ് ഖുറേഷികളോടൊക്കെ പറയുന്നു, എനിക്ക് മക്കളില്ല, എനിക്ക് ഭാര്യയില്ല, ഞാൻ ഏകനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഖുറേഷികൾ അത് കേട്ടില്ല. പക്ഷെ അത് നിങ്ങൾ സമ്മതിക്കേണ്ടതായിരുന്നു. അദ്ദേഹം 360 നിന്ന് മാറി നിൽക്കുന്ന ഏകനാണ് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. അത് ആയിരുന്നു ഒരു പറഞ്ഞു വന്നത്. പക്ഷെ നിങ്ങൾ അതല്ല ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അവരുദ്ദേശിച്ചതാണ് ഏകനാണെന്ന് അദ്ദേഹം പറഞ്ഞത് ആ അർത്ഥത്തിലാണ്.
അല്ലാതെ ഏഹ്, ഏക ദൈവമാണെന്നല്ലല്ലോ പറഞ്ഞത്. ഖുറേഷി മതത്തിലെ 360 ഒരാളാണ് അള്ളാഹു. അത് ഞാൻ അവരുടെ കൂട്ടത്തിലല്ല, ഇപ്പോൾ എനിക്ക് മക്കളില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അംഗീകരിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു 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 അഭിപ്രായം. ആഹ്, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മോഹനച്ച. ഖുറാൻ നമ്മൾ ഈ ഇതിൽ വേറൊരു രസകനാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഖുറാൻ വായിക്കുമ്പോഴും അള്ളാഹു ഒരിക്കലും ഈ ലാത്തയും മനാത്തയും ഉസ്സയൊന്നും അങ്ങനെ 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 അങ്ങ് തള്ളിക്കളയുന്നില്ല. ചെറിയൊരു പരാതിയൊക്കെ പറയുന്നുണ്ട്, പെൺമക്കളെ തന്നല്ലോ എന്നൊരു പരാതിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് അള്ളാഹു തള്ളിക്കളയുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അതും കൂടി ഒന്ന് വായിക്കണം. നമ്മൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി ഇരിക്കേണ്ട കാര്യമാണ്. ഇന്നലെ ഞാൻ അതോടെ ചോദിക്കുകയും ചെയ്തു. അതിനൊന്നും കൃത്യമായിട്ട് മറുപടി പറയാതെ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. അല്ല, അവിടെ മറുപടി പറഞ്ഞ് പെട്ടുപോയി. അത് ഓർമ്മയില്ല? ഈസാ നബിയുടെ കാര്യം പറഞ്ഞ് ഓർക്കുന്നില്ലേ? ആ, അതെ അതെ, ഈസാ നബിയുടെ കാര്യം പറഞ്ഞു. ശരിയാ ശരിയാ. ഈ ഈസാ നബിയുടെ കാര്യം പറഞ്ഞ് മുഹമ്മദ് ഈസ വലിയൊരു പെടലാണ് വിട്ടത്. ശരിയാണ്. അടുത്തത് ആരാണ്? നമ്മുടെ നമ്മുടെ അഷറഫിനെയാണ് കാണിക്കുന്നത്. അഷറഫ് പറഞ്ഞു. ആ, ഞാന് ഇന്നലെ നടന്ന സംഭവത്തില് കൃത്യം ക്രിസ്ത്യൻ പക്ഷത്ത് നിന്ന് ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് ഹാരിസ് മദനി നൽകിയ മറുപടിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അമ്പിയ ഔലിയാക്കൾ, തങ്ങന്മാര്, ഇവരോടൊക്കെ സഹായം തേടുന്നവരാണല്ലോ നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈസാ നബിയോട് സഹായം ചോദിച്ചുകൂടെ? അങ്ങനെ ചോദിച്ചാൽ ഏകദൈവ വിശ്വാസത്തിന് എതിരാകുമോ എന്നാണ് ചോദ്യം. ഒരു മുസ്ലിമിന് നിസ്സംശയം പറയാം, ഏകദൈവ വിശ്വാസത്തിന് എതിരാണ്, ഷിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ്. എന്നാൽ അതുപോലും തുറന്നു പറയാൻ ആ വേദിയിൽ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഇസ്ലാമിക വശത്തു നിന്നുള്ള ഒരു സംവാദമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. അത് സമസ്തയുടെ വശത്തു നിന്നുള്ള സംവാദമായിട്ടാണ് അതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം അതിന് കൊടുത്ത മറുപടി തന്നെ നോക്കി. അതിപ്പോ ഞങ്ങൾ കൊടിത്തോട്ടത്തിനോട് സഹായം ചോദിച്ചൂടെ? അങ്ങനെയാണോ ഈ സഹായം ചോദിക്കല്? കൊടിത്തോട്ടത്തിനോട് ഒരു മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കബറിന്റെ അടുത്ത് പോയിട്ട് സഹായം ചോദിക്കോ? വേണ്ട. ജീവിച്ചിരിക്കുന്ന കൊടിത്തോട്ടത്തിനോട് തന്നെ നേരിട്ടല്ലാതെ, അല്ലെങ്കിൽ വല്ല മീഡിയ വഴി, വല്ല വാട്സപ്പോ ഫോണിലോ അല്ലാതെ ഏതെങ്കിലും മീഡിയ വഴി അല്ലാതെ ഹാരിസ് മദനിന്റെ വീട്ടിലിരുന്നിട്ട് കൊടിത്തോട്ടമേ എന്നെ സഹായിക്കണേ എന്ന് ഹാരിസ് മദനിക്ക് പറയാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റുമോ അതിനൊരു സഹായം ജീവിച്ചിരിക്കുന്ന കൊടിത്തോട്ടത്തോടിനോട് തന്നെ? ഇനി അങ്ങനെ ചോദിച്ചാൽ എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രണ്ടാലൊരു കാര്യം. ഒന്നെങ്കിൽ കൊടിത്തോട്ടത്തിന് ദൈവികമായ ഒരു എല്ലാം കേൾക്കാനുള്ള ഒരു കഴിവ്, അത് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. സമീർ എന്നുള്ള എല്ലാം കേൾക്കാനുള്ള കഴിവ് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. ആ വിശേഷണം ഒന്നെങ്കിൽ കൊടിത്തോട്ടത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന ഹാരിസ് മദനിക്ക് എന്തെങ്കിലും ഒരു മെന്റലി പ്രോബ്ലം ഉണ്ടായിരിക്കണം. വെറുതെ ഒരാൾ ഇന്നിട്ട് കൊടുത്തോട്ടമേ എന്നെ സഹായിക്കണം എന്ന് പറയില്ലല്ലോ. അപ്പോ ഇതാണ് വിഷയം. അല്ലാതെ സാധാരണഗതിയിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായം ചോദിക്കുന്നതിനെ പറ്റിയിട്ടല്ല അവിടെ ചോദിച്ചതെന്ന് വ്യക്തമാണ്. അത് വീണ്ടും അടുത്ത ചോദ്യത്തിൽ ചോദിക്കുകയും ചെയ്ത്. അപ്പോ അതിന് വ്യക്തമായി, അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഏകദൈവ വിശ്വാസത്തിലുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ മുസ്ലിം പക്ഷത്തോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തൗഹീദ് പഠിക്കുക, എന്നിട്ട് തൗഹീദിന്റെ വിഷയത്തിൽ സംവാദം നടത്തുക. ക്രിസ്തീയ പക്ഷത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങള് ഇവരെ സമസ്തക്കാരായിട്ടുള്ള സംവാദത്തിന് വിളിക്കുമ്പോ അവര് പറയാം, നമുക്ക് ഒരു സംവാദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം ചർച്ചയും പിന്നെ പരസ്പരം അടുക്കാനൊക്കെ ആണല്ലോ. പിന്നെ ഈ ക്രിസ്ത്യാനികളും യേശുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. സമസ്തക്കാർക്കും പ്രവാചകനാണ് യേശു എന്ന വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്കാന്നാണ് സമസ്തക്കാരുടെ വാദം. എന്നാ പിന്നെ സംവാദമൊക്കെ തുടങ്ങുമ്പോ രണ്ടു കൂട്ടർക്കും അങ്ങനെ യേശുവിനോടൊക്കെ ഈസാ നബിയോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ സംവാദം തുടങ്ങുകയാണെങ്കിൽ
ആ കാര്യത്തിലെങ്കിലും മുസ്ലിം ക്രിസ്ത്യൻ പക്ഷത്തിന് അവര് തമ്മിൽ ഒരു ഏകീകരണം, ഒരു 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 ചേർച്ച, ഒരു നല്ലൊരു ആൾക്കാർക്ക് നല്ലൊരു മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിലെങ്കിലും ഒരു ഐക്യം ഉണ്ടാക്കിക്കൂടെ? പിന്നെ യഥാർത്ഥ സൃഷ്ടാവ് ആരാണ് ആ ചർച്ച പിന്നീട് നടത്താം. അപ്പൊ ഇതൊരു യോജിക്കാവുന്ന മേഖലയാണ് സമസ്തക്കാർക്കും പിന്നെ അതേമാതിരി ക്രിസ്ത്യാനികൾക്കും. ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അവരോട് ഒരു സംവാദം നടത്തുമ്പോ അവരോട് പറഞ്ഞാൽ അത് അവർ യോജിക്കുന്നത്, അത് അംഗീകരിച്ചതാണ്. ഇപ്പൊ അവര് യേശു സൃഷ്ടാവാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന വിശ്വാസത്തോടു കൂടി ചോദിക്കാൻ പറ്റാന്നേ ഉള്ളൂ. യേശു പ്രവാചകനാണെന്നുള്ള വിശ്വാസത്തോടെ ചോദിക്കാന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു സംവാദം നടത്തുമ്പോ സംവാദത്തിന്റെ തുടക്കത്തിൽ യേശുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് സമസ്തക്കാർക്കും അതേപോലെ തന്നെ ക്രിസ്തീയ പക്ഷത്തിനും അങ്ങനെ സംവാദം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഒരു നല്ലൊരു ഐക്യം ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. എനിക്ക് ഇത്രേ പറയുള്ളൂ. ഞങ്ങള് കൗണ്ടർ പോയിന്റുകാര് എല്ലാം സമസ്തയല്ല, മുജാഹിദുകളുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞ ഒരു തിരുത്തല് വരുത്തേണ്ടിയിരുന്ന മുഹമ്മദ് ഈസ പോലും ഏറ്റവും സുപ്രധാനമായ തൗഹീദിന്റെ വിഷയം വരുമ്പോൾ നിശബ്ദത പാലിച്ചു എന്നൊരു പ്രശ്നം കൂടെ ഉണ്ട്. അദ്ദേഹം സുന്നിയല്ല, അദ്ദേഹം മുജാഹിദാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം. അപ്പോൾ അദ്ദേഹത്തിന് അത് തിരുത്താമായിരുന്നു. കാരണം അത് സാങ്കേതിക വിജയത്തിന് വേണ്ടി മിണ്ടാതിരിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം വിശ്വാസത്തെ ത്യജിക്കലാണ്. അതുപോലും തെറ്റാണ്. സ്വന്തം വിശ്വാസത്തെ ത്യജിച്ച് അവിടെ ഇരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, അത് എങ്ങനെയാണ് ശരിയാകുന്നത്? അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ ജയിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾക്കറിയാമല്ലോ രണ്ട് കാര്യം അവർ വിശ്വസിക്കുന്നത്. അപ്പം ഞങ്ങളെ കൺവിൻസ് ചെയ്യിച്ചിട്ട് കാര്യമില്ല. മിണ്ടാതിരിക്കുന്നത് സാങ്കേതികമായി ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാലും അതവിടെ നിൽക്കും. എൻ വിജയൻ പറഞ്ഞൊരു കൊട്ടേഷൻ ഉണ്ട്. ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അധ്യാപകൻ ഗെറ്റ് ഔട്ട് അടിച്ചു എന്ന് വിചാരിക്കുക, പക്ഷെ ആ ചോദ്യം അവിടെ നിലനിൽക്കും. ആ കുട്ടിയെ പുറത്താക്കിയാൽ ചോദ്യം അവിടെ നിലനിൽക്കും എന്നതുപോലെ ഈസയ്ക്ക് മുമ്പിൽ ആ ചോദ്യം നിലനിൽക്കുന്നു. ഇതാണ് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് തന്നെ കറക്റ്റ് വന്നു. അഷ്റഫിന് നന്ദി. ബാക്കി തുടരാം. ഓക്കെ, താങ്ക് യു. സിജ കേൾക്കുന്നുണ്ട്. അനിൽ സാറെ, ഇവിടെ ഇപ്പം നമ്മുടെ അഷ്റഫ് ബ്രദർ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു. മേ ബി ചിലപ്പോൾ യേശു ഒരു സുന്നിയോ അല്ലെങ്കിൽ സമസ്ത ആകാത്തത് കൊണ്ടായിരിക്കാം ഈ ഈസയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായിരിക്കുന്ന സ്ഥലവോ വിശുദ്ധ സ്ഥലവോ അതുപോലെ തന്നെ ഈസയുടെ മധ്യസ്ഥത തേടാനുള്ള ഒരു വഴി ഇവർ ചിന്തിക്കാത്തെന്ന് തോന്നുന്നു. കാരണം ഖുറാന്റെ വെളിച്ചത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഖുറാനിലെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു പ്രവാചകൻ, മുഹമ്മദിനേക്കാളും വലിയവനായിരിക്കുന്ന ഒരു പ്രവാചകനാണ് ഈസ. അതും രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈസ ഇപ്പോഴും ജീവനോടെ ഉണ്ട് സ്വർഗത്തിൽ എന്ന് വിശ്വസിക്കുന്നവരും കൂടിയാണല്ലോ മുസ്ലിങ്ങൾ. അപ്പോൾ മരിച്ച ആളുകളോട് സ്വർഗത്തിലാണെന്നും പോലും ഉറപ്പില്ലാത്ത ആളുകളോട് സഹായം തേടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇനിയിപ്പോ അത് ദൈവം എന്ന പേരിൽ തേടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രവാചകൻ എന്ന പേരിലെങ്കിലും ഈ പറഞ്ഞതുപോലെ തേടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു നല്ലൊരു ആശയമല്ലേ അനിൽ സാറേ? ഓക്കെ, അങ്ങനെ ഒരു ആശയത്തിലേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് തേടാം എന്നുള്ള വാദക്കാർ തന്നെയാണ് ഇവര്. പക്ഷെ അതിനെ പ്രവൃത്തിയില് അത്ര കണ്ട് കാണാനില്ല. ഏതുവരെ ഇവിടെ ഈ 30 വർഷത്തിന്റെ മുമ്പ് ഇപ്പൊ ഇവിടെ അടുത്ത് മരണപ്പെട്ട CM മടവൂര് കോഴിക്കോടുള്ള ആളെ വരെ ഇവര് ലോകം നിയന്ത്രിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് വിശ്വസിക്കുന്നത്. അത് എന്താണ്? അപ്പൊ ഇവർ തൗഹീദിൽ നിന്ന് വിട്ടപ്പോ എവിടം വരെ വിശ്വാസം എത്തി? അപ്പോ ഇവിടെ ഖുർആനില് പരാമർശിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നബിയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. അപ്പോ CM മടവൂരിന് വരെ ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് ഒരു വകവെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈസാ നബിക്ക് എന്തോരം കഴിവ് ഒരു വകവെച്ച് കൊടുക്കണോ? അപ്പൊ ഒരു സംശയം ഈ കേരളത്തില്, ഞാൻ ലോകമെമ്പാടുമുള്ള ഒരു കാര്യമല്ല, നമുക്ക് നമ്മുടെ ഇട്ടാവട്ടത്തുള്ള അറിവാണല്ലോ വേണ്ടത്. ഈ കേരളത്തിൽ അങ്ങനെ ഈ ഈസയോ മൂസയോ നൂഹോ ഇബ്രാഹിമോ അങ്ങനെയുള്ള അവരോട് ആരോടെങ്കിലും ഈ സഹായം തേടലോ മധ്യസ്ഥത വഹിക്കുന്നതായിട്ട് വല്ല അറിവുണ്ടോ? അതോ ഈ പറയുന്ന കേരളത്തിൽ നിന്നുള്ളവരോട് മാത്രമേ
അത് മലയാളം അറിയുന്ന ആളുകളോട് മാത്രമുള്ള അപേക്ഷയാണോ, അതോ ഈ പറയുന്ന ഈ ഖുറാനിൽ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരോട് മധ്യസ്ഥ തേടുന്ന എന്തെങ്കിലും പ്രവണത ഈ കേരളത്തിലുണ്ടോ? അതാണ് വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ആരോടും തന്നെ, നബിമാരൊക്കെ ഉണ്ടല്ലോ, ആരോടും തന്നെ ഇവര് ഈ മധ്യസ്ഥത തേടുക അല്ലെങ്കിൽ സഹായം തേടുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ശരണം തേടുകയോ അല്ലെങ്കിൽ അവരെ വിളിച്ച് സത്യം ചെയ്യുകയോ അവരോടുള്ള നേർച്ച വഴിപാടോ അവർക്ക് വേണ്ടിയിട്ടുള്ള മാലപ്പാട്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള റാത്തീബോ ഒന്നും ചെയ്യുന്നില്ല. ഖുർആനിൽ പറഞ്ഞ വിശുദ്ധരായ മറിയം ബീവി പോലെ, മറിയം ബീവിന്റെ ഒക്കെ കറാമത്ത്, മുഅ്ജിസത്ത്, കറാമത്ത് ഒക്കെ, അത്ഭുത സിദ്ധികൾ ഒക്കെ നേരിട്ട് അതൊക്കെ ഖുർആനിലുള്ളതാണ്. പക്ഷെ എന്നിട്ട് ആ മറിയം ബീവി എന്നെ കാക്കണേന്ന് ഇവർക്ക് പറഞ്ഞാൽ എന്താ, ഇവര് മൊനമ്പത്തെ ബീവി ഉണ്ട്, അത് ഊരും പേരറിയാത്ത, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അവിടെ ജാറുണ്ടാക്കുന്നവരും അവിടെ നേർച്ച വഴിപാട് അർപ്പിക്കുന്നവരും ഒക്കെയാണ്. അപ്പൊ ഇതാണ് ഈ വിരോധാഭാസം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേദിയിൽ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ഞാനിതൊക്കെ മുസ്ലിം ഗ്രൂപ്പിൽ പറഞ്ഞ പോലെയെന്ന്. അല്ല, എനിക്ക് തോന്നി ആയിരക്കണക്കിന് ആളുകൾ കേട്ട ഒരു സംവാദം ഇത് മുസ്ലിം ഭാഗത്ത് ഇതാണ് തൗഹീദ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേദിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇടയാകട്ടെ. അടുത്തത് ബറോസ് ആണോ? അതെ അതെ, കേൾക്കാവോ ഞാൻ സംസാരിക്കും പറയുന്നത്? ബറോസ്. ഓക്കെ. ഇവിടെ ഇന്നലെ നടന്ന ആ വിഷയത്തെ സംബന്ധിച്ച് അഷറഫ് പറഞ്ഞൊരു കാര്യം ഞാനും അത് ചിന്തിച്ചു. ഈ കാര്യം സിജോ പാഷ ചോദിച്ചപ്പം മുഹമ്മദ് ഈസ അവിടെ മിണ്ടാതിരിക്കുക. അവിടെ ആരിസ്മാനി ചോദിച്ചു എന്തായാലും മിണ്ടുന്നുണ്ടോന്ന് ചോദിച്ചു, ഉടനെ മിണ്ടുന്നില്ല. ഉടനെ എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, അതെ എന്നെ ഉറങ്ങിപ്പോയതാണോ പറയും. അത് മാത്രമല്ല, ഈ മുഹമ്മദ് ഈസ അവിടെ മിണ്ടാതെ ഇരുന്നതിന്റെ കാര്യം അത് ആ വിഷയത്തെ പറ്റി പേടിച്ചിട്ടൊന്നുമല്ല. അദ്ദേഹത്തിന് ഖുർആനോ ഹദീസോ ഒന്നും അറിയത്തില്ല. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ആ വിഷയാവതരണം തുടങ്ങിയപ്പം മുഹമ്മദ് ഈസ എത്ര മിനിറ്റ് ഇസ്ലാമിനെ പറ്റി സംസാരിച്ചു. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക, ആ ഡിബേറ്റ് കേട്ടവർ തന്നെ ചിന്തിക്കുക, എത്ര മിനിറ്റ് ഇസ്ലാമിനെ പറ്റി സംസാരിച്ചു. ആകെ 30 സെക്കൻഡ് താഴെ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇസ്ലാമില് ആദ്യം തൃത്വത്തെ കുറെ വിമർശിച്ചിട്ട് പറഞ്ഞു, അതും ആദ്യം ബൈബിളിൽ നിന്ന് പോലും അല്ല എടുത്തത്. ഒരച്ഛൻ എഴുതിയ പുസ്തകം എടുക്കുന്നു, സാക്ഷി എഴുതിയ ബുക്ക് എടുക്കുന്നു, അതെടുത്ത് വായിച്ചിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 30 സെക്കൻഡ് എങ്ങാണ്ട് എടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയുള്ള, ഞങ്ങൾ ഏകദേശം ഇത്രേ പറഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഒന്നും പോയിട്ടുമില്ല. മാത്രമല്ല, കൊടുത്തോട്ടും പാസും ശിവപാസും ചോദിച്ച ചോദ്യത്തിന് ഹാരിസ് മദനി ആ സൈഡിൽ നിന്ന് ഉത്തരം പറഞ്ഞത്. അവിടെ മുഹമ്മദ് ഈസ മിണ്ടാതിരിക്കുക. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇദ്ദേഹത്തിന് ഇസ്ലാമിക പ്രമാണം എന്താണെന്നോ തൗഹീദ് എന്താണെന്നോ ഒന്നും അറിയത്തില്ല ഇദ്ദേഹത്തിന്. ഇതൊക്കെ അറിയാതെ തന്നെ അങ്ങോട്ട് പോയിരിക്കുന്നത്. അദ്ദേഹത്തോട് ഈ അനിൽ പാഷനാണെങ്കിലും ശരി, സിജോ പാഷനാണെങ്കിലും ഒരു വിഷയം വെച്ച്, ഇസ്ലാമിക വിഷയം വെച്ചൊരു ഡിബേറ്റ് നടത്താൻ പറഞ്ഞ് അദ്ദേഹം പറയുന്നത് എനിക്കറിയത്തില്ല, ഞാൻ മടിനെ കൊണ്ട് വരാമെന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ എനിക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ക്രൈസ്തവ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഈ മുഹമ്മദ് ഈസയെ സംബന്ധിച്ച് മുഹമ്മദ് ഈസയ്ക്ക് ഖുർആൻ അറിയത്തില്ല, അദ്ദേഹം ബൈബിൾ മാത്രം ചർച്ച ചെയ്യാൻ വരത്തില്ല. അവരുടെ ടാക്ടിക്കൽ മൂവ് അത് തന്നെയായിരുന്നു. തൃത്വം ചോദ്യം ചെയ്യാൻ വേണ്ടി ആ മുഹമ്മദ് ഈസ വരുന്നത് എല്ലാവർക്കും അറിയായിരുന്നു. അത് കൃത്യം അഡ്രസ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇവിടെ കുറെ പേര് പറഞ്ഞു വരുന്നു ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഞാൻ ഇത് ഇന്നലെ തന്നെ കുറെ പേരോട് ചോദിച്ചു, വിഷയത്തിൽ നിന്ന് മാറിപ്പോയെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതന്നെ ഔലിയ വിഷയം പറഞ്ഞതിന്. അവരോട് തിരിച്ചു ചോദിച്ചാൽ മതി, എന്തായി ഔലിയ വിഷയം? അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയും. ഞങ്ങൾക്ക് അറിയത്തില്ല, അറിയാത്ത അവർ പറഞ്ഞു നടക്കുക, നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ആദ്യം പോയി ഔലിയ എന്താണെന്നും അല്ലെങ്കിൽ ഈ മരിച്ചവരോടുള്ള പ്രാർത്ഥനയോ അത് സുന്നികളെ പറ്റിയുള്ള കാര്യം ചോദിച്ച ഉമ്മാതല്ല. കാര്യമുണ്ട് അതിൽ. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ അത് ദൈവത്തോട് കഴിക്കുന്ന യാചനയെന്ന് ആർക്കും തർക്കമില്ല. ഇസ്ലാമിക ആൾക്കാർക്കാണെങ്കിലും ശരി, ആർക്കും തർക്കമില്ല ആ കാര്യത്തിൽ. എന്നാൽ അവിടെ ചോദിച്ചത് ഈ അള്ളാഹുവിനോട് പങ്ക് ചേർക്കരുതെന്ന് തൗഹീദിൽ ഉള്ളപ്പോൾ തന്നെ ഇവരെങ്ങനെ പങ്ക് ചേർക്കുന്നുണ്ട്, എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ആരെയും പങ്ക് ചേർക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനെ വെച്ചാൽ ഈ ഏകദൈവത്തെ പൊളിക്കുന്നത്. അത് ആർക്കോട്ട് മനസ്സിലായിട്ട്, അത് ഇസ്ലാമിക ആൾക്കാർക്ക് കൃത്യം മനസ്സിലാവും. അത് ഇടയ്ക്ക് സിജോ പാഷ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഇത് മറ്റാരേക്കാളും ഹാരിസ് മദനിക്ക് മനസ്സിലാകുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിന്റെ കാര്യം മനഃപൂർവ്വം അത് അദ്ദേഹം ഡീവീറ്റ് ചെയ്ത് കൊണ്ടുപോവുക ഹാരിസ് മദനി. എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡിബേറ്റ് സംബന്ധിച്ച് ഇവരുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിച്ച ആൾക്കാർക്ക് എന്താണ് കൃത്യം, ഈ വിഷയത്തിൽ നിന്നോ ഇല്ലയോ എന്ന് കൃത്യം മനസ്സിലാകും. ഈ ഔലിയ വിഷയമാണെങ്കിലും ശരി, തൗഹീദിന്റെ വിഷയത്തിൽ ആ വിഷയവുമായിട്ട് ഏകദൈവ വിശ്വാസത്തിന് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് കൃത്യം കാര്യം മനസ്സിലാകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പേര് കിടന്ന പോലെ ഹാരിസ് മദനി പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറുന്ന വിഷയത്തിൽ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി, കാരണം ഇത് അറിയാൻ പാടില്ലാത്തവനാണെങ്കിൽ അത് വിശ്വസിക്കും. അത് തന്നെയാണ് ഹാരിസ് മദനി അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇതാ, ഹാരിസ് മദനിയെ പോലുള്ള ഒരു കൃത്യമായൊരു ഉത്തരം, 3 ചോദ്യം ചോദിച്ചു കൃത്യമായൊരു ഉത്തരം പറയണമായിരുന്നു. അത് ഏകദൈവ വിശ്വാസത്തെ പൊളിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്.
അത് മനസ്സിലാഞ്ഞിട്ടൊന്നുമല്ല, അത് പറഞ്ഞാൽ പണി കിട്ടുമെന്ന് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി കൊടുക്കായിരുന്നത്. ഈ അഷ്റഫായി ഒരു ചോദ്യം ചോദിക്കാൻ കാരണം താങ്കൾ വളരെ സൗമ്യനായിട്ട് താങ്കളുടെ നിലപാട് പറയുന്നു. അതിൽ ഞങ്ങൾക്കൊരു അസഹിഷ്ണുതയില്ല. ഇവിടെ ഹാരിസ് മദനി ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ തിരികേശ വിവാദമായാലും ഇത്തരത്തില് അബ്സല്യൂട്ട് മൊണോത്തൈസത്തിനെതിരാണ് എന്ന നിലയിൽ ചില കാര്യങ്ങളുണ്ട്. അബ്സല്യൂട്ട് മൊണോത്തൈസം എന്ന ഇംഗ്ലീഷിൽ ഒരു ടോപ്പിക് ഇട്ടത് പോലും തികഞ്ഞ ഏകേശ്വരവാദം എന്ന ചിന്തയാണ്. ഇവിടെ ഇപ്പൊ ബറോസും മറ്റു പലരും പറഞ്ഞ പോലെ പ്രയർ, ആ പ്രയർ എന്നൊരു പദം ഉപയോഗിക്കുക, പ്രാർത്ഥന, അത് കോർട്ടിൽ ഉപയോഗിക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ദൈവത്തോടാണ് പ്രയർ എന്നുള്ള പദം. അല്ലെ റിക്വസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. കോർട്ടിൽ സാങ്കേതികമായിട്ട് പ്രയർ എന്ന് പറയുന്ന നീതിബോധത്തോടുള്ള നമ്മുടെ ബഹുമാനം കൊണ്ടാണ്. അപ്പോൾ അത് ഒഴിച്ചാല് ബാക്കി എല്ലായിടത്തും പ്രയറിനർത്ഥം ഒന്നേ ഉള്ളൂ, അത് പ്രാർത്ഥന എന്നാണ്. ഈ പ്രാർത്ഥന സഹായം തേടുകയാണ്, അല്ലെ പ്രാർത്ഥിക്കാൻ പറയുകയാണ് എന്ന രൂപത്തിൽ കല്ലറകളിൽ പോയിരുന്നു പ്രാർത്ഥിക്കുക. ഇപ്പൊ CM മടവൂർ എക്സാമ്പിൾ പറഞ്ഞാണ്. ഈ CM മടവൂർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം മാന്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ആർക്കും അദ്ദേഹം തന്നെയല്ല പരേതനായൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ശരിതെറ്റുകൾ വിശകലനം ചെയ്യല്ല ഇത്. ഈ CM മടവൂർ എന്ന് പറയുന്ന ആള് സ്വർഗം ഉറപ്പാക്കിയിട്ടുണ്ടോ? ആ സ്വർഗപ്രാപ്തി കൈവരിച്ചിട്ടുണ്ടോ? അങ്ങനെ അപൂർവം ചിലരുടെ കാര്യമേ നമ്മുടെ മുമ്പിലുള്ളൂ സ്വർഗപ്രാപ്തി കൈവരിച്ചു എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത, ആർക്കെന്താണ് ഉറപ്പില്ലാത്ത ഒരാള്. ആ ആളോട് ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് കരുതിയാകും ഇവര് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇത് ശരിയാണോ? അത് ഏകദൈവ വിശ്വാസത്തിനെതിരാണോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നിന്ന് മാറുന്നതോടെ, ഇദ്ദേഹം ഈ ചോദ്യം കണ്ടിട്ട് മാറുന്നതോടെ, അല്ലെ നിശബ്ദനാകുന്നതോടെ, അല്ലെ അതിനെ ലഘൂകരിക്കുക ചെയ്യുന്നത്, ലഘൂകരിച്ചിട്ട് ഇതല്ല ചോദ്യം എന്ന് പറയുന്നു. അവിടെ വന്നിരിക്കുന്ന അടുത്ത ആള് എന്ന് പറയുന്നത് മുജാഹിദുകളാണ്. അവരുടെ വിശ്വാസം അറിയാമല്ലോ, ഇതിന് ഓപ്പോസിറ്റ് ആണ്. ഇവർ രണ്ടും കൂടുമ്പോഴേ ഇവരുടെ വിശ്വാസം പോയി. കാരണം അവർ രണ്ടും കൂടുമ്പോൾ തന്നെ, കാരണം അവർക്ക് കൂടാൻ പറ്റുന്നില്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. മറ്റു വിഷയത്തിൽ കൂടാം, ഈ ഒരു വിഷയത്തിൽ കൂടുമ്പോൾ ഇവർ രണ്ടും രണ്ടു തരം മൊണോത്തൈസം വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. താങ്കൾ അതിനെ ഒരു കൺക്ലൂഷൻ പറഞ്ഞാൽ കൊള്ളാം. ഈ ഏകദൈവ ആരാധന എന്ന് പറഞ്ഞാല് ഇസ്ലാമിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാല് രണ്ടല്ല ഇല്ലാന്ന് വിശ്വസിക്കലല്ല. അങ്ങനെയാണ് പലപ്പോഴും ഇവരെ സംസാരം കേട്ടാ തോന്നുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായും ആരും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് ആരാധന? ആരാധന എന്ന് പറഞ്ഞാൽ എന്താ, വെറുതെ ഒരു സംഗതി ആരാധന ആവുമോ? അപ്പൊ ആരാധന ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന ആരാധനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന. അദ്ദുആഉ മുഹുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്. അപ്പോ പ്രാർത്ഥന, ഒരാള് അള്ളാഹിനോട് പ്രാർത്ഥിച്ച അള്ളാഹിനെ ആരാധിച്ചു, അത് ഒരാള് CM മടവൂരിനോട് പ്രാർത്ഥിച്ച CM മടവൂരിനെ ആരാധിച്ചു, ഒരാള് യേശുവിനോട് പ്രാർത്ഥിച്ച യേശുവിനെ ആരാധിച്ചു. അപ്പൊ അതോടുകൂടി അയാൾ ബൗദ്ധവിശ്വാസിയാണ്. യേശുവിനോട് പ്രാർത്ഥിക്കുന്നവൻ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ബൗദ്ധവിശ്വാസിയാണ്. അത് ഏത് അമ്പിയ ഔലിയകളോടും തങ്ങന്മാരോടും പ്രാർത്ഥിച്ചാലും ബൗദ്ധവിശ്വാസിയാണ്. അതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. താങ്കളുടെ സ്റ്റാൻഡ് ക്ലിയർ. പിന്നെ അവിടെ ഈ മക്കയിലുള്ള ആളുകൾ നബി വരുന്ന കാലത്ത് അള്ളാഹുവിൽ ഓൾറെഡി വിശ്വസിക്കുന്നവരായിരുന്നു. വലയിൻ സാൽത്തവും സമാവാതി അവരോട് നീ ചോദിച്ചു നോക്കൂ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹു ആണെന്ന്. അങ്ങനെ ആയിരുന്നു അവിടെ ഏറെക്കുറെ ആളുകളും വിശ്വസിച്ചിരുന്നത്. അവര് രണ്ട് അള്ള ഉണ്ട് എന്ന് വിശ്വസിച്ച കാരണത്താൽ, രണ്ട് സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ച കാരണത്താലല്ല അവര് മുശ്രിക്കായത്, ബോധവിശ്വാസികളായത്. നേരെ മറിച്ച് അള്ളാഹുവിനെ സൃഷ്ടാവാണെന്ന് വിശ്വസിക്കുന്നവർ കൂടെ തന്നെ അവർ അവരുടെ ഈ പുരുഷന്മാരായ ലാത്ത, ഉസ്സ, മനാത്ത എന്നിവർക്ക് അവർ ആരാധനകൾ അർപ്പിച്ചു. അതുകൊണ്ടാണ് അവിടെ ബൗദ്ധവിശ്വാസികളായത്.